ഗസയിൽ ഇസ്രയേൽ വീണ്ടും രൂക്ഷമായ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഗസയുടെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കാൻ സമയമായെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചു. അപ്പോൾ ട്രംപും നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു. അവിടെ ചർച്ച നടക്കുമ്പോൾ തന്നെ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്ലാനിങ്ങും ഏതാണ്ട് പൂർത്തിയായി. എന്ന് പറഞ്ഞാൽ ഗാസ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ട്രിപ്പാണ്. ഈ പ്രദേശം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചെടുക്കാൻ കഷ്ടിച്ച് ഒരാഴ്ച പോലും വേണ്ട. എന്നിട്ടും കഴിഞ്ഞ 2 വർഷത്തോളമായി ഇത്തരത്തിൽ യുദ്ധം തുടരുന്നതിന് പിന്നിൽ മറ്റ് ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. അമേരിക്കയ്ക്ക് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തോട് വലിയ താല്പര്യമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു കഴിഞ്ഞു. ഇത്രയും നാളായിട്ട് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന പലസ്തീൻകാരെ മനുഷ്യ കവചമാക്കി വെച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ ഇറാൻ എന്ന് പറയുന്ന ഒരു ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണെന്നുമാണ് കരുതപ്പെടുന്നത്. നിലവിൽ ഏതാണ്ട് 50,000-ലധികം പലസ്തീനുകാരിലാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ 1,00,000-ലധികം പലസ്തീനികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീകൾ അതുപോലെ കുട്ടികളുടെ എണ്ണം എടുത്താൽ അത് 10,000-ന് മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ദുരന്തം വരുത്തി വെച്ച ഹമാസ് ഇനി അവിടെ വേണ്ട, ആ രാജ്യത്ത് വേണ്ട എന്ന് പലസ്തീൻകാർ പലതവണ പറയുകയും അതുപോലെ തന്നെ അവർ മുദ്രാവാക്യമൊക്കെ മുഴക്കിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തതാണ്. അപ്പോൾ ഒരു വശത്ത് ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഓപ്പറേഷനുമായിട്ട് അമേരിക്ക രംഗപ്രവേശം ചെയ്യുന്നു. അതായത് നെതന്യാഹുവും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം ഔദ്യോഗികമായി ട്രംപ് പറഞ്ഞു, ഞങ്ങൾക്കിനി ഇറാനുമായിട്ടൊരു മീറ്റിംഗ് വേണം, ഔദ്യോഗികമായ ഒരു കൂടിക്കാഴ്ച. മുമ്പുണ്ടായിരുന്നത് പോലെയല്ല, നേരിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടത്തുമ്പോൾ മീഡിയേറ്ററായിട്ട് ആരെങ്കിലും വേണം. അങ്ങനെ മീഡിയേറ്ററായിട്ട് ഇവിടെ കരുതുന്നത് ഒമാനെയാണ്. അപ്പോൾ ഒമാനെ വെച്ചുകൊണ്ട് ഇത്തരമൊരു ചർച്ച അമേരിക്ക നടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ അമേരിക്കയുടെ ഡിമാൻഡുകൾ കൃത്യമാണ്. അതായത് ഒരു കാരണവശാലും വിനാശകരമായ ആയുധങ്ങളൊന്നും ഇറാൻ്റെ കയ്യിൽ പാടില്ല. പ്രത്യേകിച്ച് ആണവ ആയുധങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവയുടെ ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലോ അതെല്ലാം തന്നെ ഉപേക്ഷിക്കണം, ഞങ്ങളുടെ കയ്യിൽ അതില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ സാഷ്ടാംഗം കാലിൽ വീഴണം എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു അർത്ഥം. ഇത് ഏത് തലത്തിൽ പോകുമെന്നറിയില്ല. എന്തായാലും ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഇറാനും വലിയ തിരിച്ചടികൾ ഉണ്ടാകും, ഇറാന് നേരെ ഞങ്ങൾ ബോംബാക്രമണം നടത്തും എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ തന്നെ ഗസയിലെ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞിട്ട് 2-3 രാജ്യങ്ങൾ മധ്യസ്ഥർ എന്ന നിലയിൽ രംഗപ്രവേശം ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, അതുപോലെ തന്നെ അബ്ദുള്ള രാജാവ് ജോർദാനിലെ, അതുപോലെ തന്നെ ഈജിപ്തിലെ രാജാവുണ്ട് ഫത്തസ് അൽ അസീസി. ഇവർ 3 പേരും ട്രംപുമായിട്ടൊരു ടെലിഫോൺ സംഭാഷണമൊക്കെ നടത്തി പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു. ഇവിടെ ഇപ്പോൾ പറയപ്പെടുന്നത് ഇമാനുവൽ മാക്രോൺ ലോകത്തിൻ്റെ ഒരു വലിയ നേതാവാണെന്ന നിലയിൽ രംഗപ്രവേശം ചെയ്യാനും ഗസയിലെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ തനിക്ക് കഴിയുമെന്നുമൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ലോക നേതാവിൻ്റെ റോൾ എടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിനെ എത്രത്തോളം അമേരിക്ക വിലമതിക്കുന്നു അല്ലെങ്കിൽ നെതന്യാഹു വിലമതിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും അതിനോട് യോജിക്കില്ല. മാത്രമല്ല, ഒരു ഗ്ലോബൽ ലീഡറാണെന്നുള്ള ഇമേജ് നിലനിർത്തിയാൽ മാത്രമേ ഇനി ഫ്രഞ്ച് പ്രസിഡൻറ്റിന് വീണ്ടും ഇലക്ഷനിലൊക്കെ വിജയിച്ച് കയറാൻ പറ്റൂ. അതുമായിരിക്കും ഇത്തരത്തിലുള്ളൊരു നീക്കത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും നാറ്റോയ്ക്ക് ഇനി വലിയ ഫണ്ടൊന്നും നൽകുന്നില്ല എന്ന് നേരത്തെ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചു. ഇനി നാറ്റോ എന്തെങ്കിലും തരത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഓയിലും LNGയും ഒക്കെ വാങ്ങണം. അങ്ങനെ വാങ്ങിയാൽ ഈ നാറ്റോ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള തീരുവ കുറയ്ക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ പ്രശ്നങ്ങളിലൊക്കെ പരിഹരിക്കും ാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സങ്കീർണമായ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് മറ്റൊരു വശത്തുകൂടി ഇറാനെതിരെ ശക്തമായ നീക്കം അമേരിക്ക നടത്തുന്നത്. അതായത് അഫ്ഗാനിൽ അമേരിക്ക വീണ്ടും അവരുടെ ഒരു എയർ ബേസ് തുറക്കുകയാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നു, നമുക്കറിയാം, ബാഗ്രാം എന്ന് പറയുന്ന 25 കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഒരു വലിയ എയർ ബേസ് നേരത്തെ തന്നെ അമേരിക്കയ്ക്കുണ്ടായിരുന്നു. എന്നാൽ 4 വർഷങ്ങൾക്ക് മുമ്പ് അവർ അഫ്ഗാനിൽ നിന്ന് പോവുകയുണ്ടായി. അങ്ങനെ പോയപ്പോൾ അഫ്ഗാൻ ഭരണകൂടത്തെ വീഴ്ത്തിക്കൊണ്ട് താലിബാൻ വീണ്ടും അവിടെ അധികാരത്തെത്തി. ഇപ്പോൾ താലിബാൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ബാഗ്രാം എന്ന് പറയുന്ന എയർബേസ്. ഈ എയർബേസ് ഇപ്പോൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുകയും അമേരിക്കയുടെ ഏതാണ്ട് 2000 മുതൽ 3000 വരെ ആർമി, അതായത് സൈനികർ അവിടേക്ക് എത്തിയെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ C-17 കാർഗോ ഫ്ലൈറ്റും അവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ഈ കാർഗോ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ട്രക്കുകൾ, അതായത് യുദ്ധത്തിലും മറ്റും പങ്കെടുക്കേണ്ട ട്രക്കുകൾ, യുദ്ധോപകരണങ്ങൾ, ആയുധങ്ങൾ, ഇതൊക്കെ തന്നെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും
തരത്തിൽ അമേരിക്കയുടെ ഡിമാൻഡുകൾ ഇറാൻ തള്ളിക്കളഞ്ഞാൽ എല്ലാ വശത്തു നിന്നും ഒരേപോലെ ഇറാനെ ആക്രമിക്കാനുള്ള ചില പ്രവൃത്തികളാണ് ഇവിടെ ചെയ്തു വെക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ താലിബാൻ അമേരിക്കയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു എയർബേസ് ഒരുക്കി നൽകുന്നത്. ഇപ്പോൾ ഒരുക്കിയ എയർബേസിൻ്റെ അടുത്തു നിന്ന് ഏതാണ്ട് 650 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ ചൈനീസ് ബോർഡറിലേക്ക് എത്തും. 600 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇറാൻ്റെ ബോർഡറിലേക്ക്. അപ്പം പ്രശ്നങ്ങൾ നിൽക്കുന്ന ചൈന, ഇറാൻ, മധ്യ മേഖലയിലുള്ള ചില രാജ്യങ്ങൾ തുടങ്ങിയവയിലേക്ക് വളരെ പെട്ടെന്ന് അമേരിക്കയ്ക്ക് ചെന്ന് പറ്റാൻ പറ്റും. ഇത് ഒരിക്കൽ പോലും ഇറാൻ പ്രതീക്ഷിക്കാത്ത നീക്കമാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഡൊണാൾഡ് ട്രംപ്, അതായത് മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചില നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നു. ഇപ്പം നമുക്ക് തഹാവൂർ റാണയെ വിട്ടു തന്നു. അമേരിക്ക അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റ് ചില ഉദ്ദേശങ്ങൾ അമേരിക്കയ്ക്കുമുണ്ട്. അതായത് കഴിഞ്ഞ കുറേ കാലമായി ഈ താലിബാൻ ഭരണകൂടവും ഇന്ത്യൻ ഭരണകൂടവും തമ്മിൽ നല്ല ബന്ധമാണ്. താലിബാന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്, നമ്മൾ സൈനികപരമായ ചില സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്, എന്തിന് ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാലം അത്രയും താലിബാനും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നുവെങ്കിൽ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പേരിൽ താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അകന്നു. അപ്പോൾ കാലാകാലങ്ങളായി ഇന്ത്യയുടെ ശത്രുവായി നിന്ന പാകിസ്ഥാൻ്റെ കൂടെ എന്നും താലിബാൻ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും വളരെ തന്ത്രപരമായ നിലപാടുകളിലൂടെ താലിബാനും ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടാക്കി വരുന്നു. ഈ സൗഹൃദത്തിലെയാണ് ട്രംപ് ഇവിടെ ഉപയോഗപ്പെടുത്താൻ വരുന്നത്. അപ്പോൾ ഇത്രയും കാലം താലിബാന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് ഖത്തർ എന്ന് പറയുന്ന രാജ്യമാണ്. നമുക്കറിയാം, ഭീകര സംഘടനകൾക്ക് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കന്മാർക്ക് ഒളിച്ചു കഴിയാനുള്ള സൗകര്യം കൊടുത്തിരുന്നത് ഖത്തറിലായിരുന്നു. അപ്പോൾ ഖത്തറിനെ അമേരിക്ക പതുക്കെ മാറ്റി നിർത്തുന്നു. ഇനി അടുത്ത ടാർഗറ്റ് ഇറാൻ കഴിഞ്ഞാൽ ചൈനയാണ്. അപ്പോൾ 4 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സേനയെ പുറത്താക്കാൻ വേണ്ടി പാകിസ്ഥാനും ചൈനയും തമ്മിൽ ചില ഒത്തുകളികളൊക്കെ നടത്തി. എന്നിട്ട് അവർ താലിബാനുമായിട്ട് ചേർന്ന് അമേരിക്കയ്ക്കെതിരെ നിലപാട് കൈക്കൊള്ളുകയായിരുന്നു. അങ്ങനെ അമേരിക്ക അവരുടെ ട്രക്കുകളും യുദ്ധോപകരണങ്ങളും ഒക്കെ അവിടെ ഇട്ടിട്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. അതേ സ്ഥലത്തേക്കാണ് അവരുടെ C-17 എന്ന് പറയുന്ന കാർഗോ ഫ്ലൈറ്റ്, അതുപോലെ സൈനികരെല്ലാം വരുന്നത്. മാത്രമല്ല ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിലനിർത്തിയിരുന്ന എയർക്രാഫ്റ്റുകളും ഈ മേഖലയിലേക്ക് വന്നു. അതായത് ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ, ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ 4 വശത്തു നിന്നും ഇറാനെ തീർക്കും. ഇനി ഇറാൻ ഇതിനോട് യോജിക്കുകയാണെങ്കിൽ അടുത്ത അറ്റാക്ക് ഒരുപക്ഷെ ചൈനയ്ക്ക് നേരെയായിരിക്കും. ചൈന ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഇടപെടലിലൂടെ അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇങ്ങനെ ഒരു എയർബേസ് സൃഷ്ടിക്കാനും അവിടെ നിന്ന് ചൈനയുടെയും ഇറാൻ്റെയും അതിർത്തിയിലേക്ക് വളരെ പെട്ടെന്ന് അമേരിക്കയ്ക്ക് എത്തിച്ചേരാനും സാധിക്കുന്ന ഒരു തന്ത്രം ട്രംപ് സ്വീകരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അപ്പം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു നിലപാട്. ഇനി അടുത്തത് ഇറാനെ സഹായിക്കാൻ വരുമെന്ന് നമ്മൾ കരുതിയത് റഷ്യയാണ്. അപ്പം റഷ്യയുടെ തന്നെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ ഇറാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്, ഞങ്ങൾ അവർക്ക് ആയുധം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അവരെ ആയുധം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ ഇറാനെ സഹായിക്കില്ല, ഞങ്ങൾ യുദ്ധമുഖത്തേക്ക് വരില്ല, ഞങ്ങൾ ഒരു കാരണവശാലും ഇറാൻ്റെ പിന്തുണക്കാരാവില്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഒപ്പം ഇറാഖിലെ 4 മിലിഷ്യ ഗ്രൂപ്പുകളുണ്ട്. ഇവർക്ക് ഇറാനാണ് കാലാകാലങ്ങളായി സഹായം ചെയ്തു കൊടുത്തത്. സാമ്പത്തികമായിക്കോട്ടെ, സൈനികമായിക്കോട്ടെ, എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. പക്ഷേ ഹൂത്തികൾക്ക് നേരെ തുടർച്ചയായി അമേരിക്ക ആക്രമണം നടത്തുകയും ഹൂത്തികളുടെ നിലനിൽപ്പ് തന്നെ അതില്ലാതാക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഈ ഇറാഖിലെ മിലിഷ്യയും പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങി. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഇറാനെ പിന്തുണയ്ക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഒന്നുകിൽ ഇറാനിട്ട് അടിയുറപ്പ്, അല്ലെങ്കിൽ ചൈനയ്ക്കിട്ട് അടിയുറപ്പ്. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി ഇറാനിലേക്ക് പോയാലോ, ഇപ്പോൾ ഷിയ മുസ്ലിങ്ങളുള്ള രാജ്യം അല്ലെങ്കിൽ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നൊക്കെയാണ് ഇറാൻ അവകാശപ്പെടുന്നത്, ഇറാനെ കേൾക്കുന്നത്. അമേരിക്ക അവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ളവർ എത്ര കാലം ഉണ്ടാകുമെന്ന് പോലും പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ ലോകത്തെ എന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന, ലോകത്തിന് എപ്പോഴും ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങിയ ഭീകര സംഘടനകളെ വളർത്തിക്കൊണ്ടുവന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ആത്യന്തികമായ നിലപാടെടുക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉണ്ടാക്കാനോ അത് സൂക്ഷിക്കാനോ പാടില്ല. മാത്രമല്ല അമേരിക്ക പറയുന്നത് പോലെ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് അവർ വരണം. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചർച്ചയ്ക്ക് താല്പര്യമുള്ളെന്ന് അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ പറയുമ്പോൾ അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മധ്യസ്ഥയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ്, അതിനുവേണ്ടി അരകാച്ചി രംഗപ്രവേശം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നിലപാടുകൾ അവർ ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്നുണ്ട്. ഈ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒമാൻ്റെ
മധ്യസ്ഥതയിൽ ഇറാൻ യോഗത്തിന് വരില്ല എങ്കിൽ അമേരിക്ക എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ചൈനയെയും ഇറാനെയും ലക്ഷ്യമിട്ട് അമേരിക്ക തന്ത്രപ്രധാനമായ ചില നീക്കങ്ങൾ ഒരു വശത്ത് നടത്തുന്നു. മറുവശത്ത് ഗാസയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനായിട്ട് നെതന്യാഹു ചില നീക്കങ്ങൾ നടത്തുന്നുവെന്ന് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ അമേരിക്ക ഈ കാര്യങ്ങളെല്ലാം തന്നെ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ന്യൂക്ലിയർ വെപ്പൺ ഇല്ല, ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഇനി മുന്നോട്ട് പോകില്ല എന്ന് എഴുതി ഒപ്പിട്ട് നൽകുന്നത് പോലെ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ പറയുന്ന ബറാക്ക് ഹുസൈൻ ഒബാമയുടെ കാലത്ത് ചില കരാറുകൾ ഏർപ്പെട്ടിരുന്നു. ആ കരാറുകളൊന്നും ഇനി നിലനിൽക്കില്ല. ട്രംപ് എന്ന് പറയുന്ന പുതിയ ഭരണാധികാരി പുതിയ കരാറുമായിട്ട് വരുന്നു. ആണവായുധങ്ങൾ ഞങ്ങൾ നിരായുധീകരിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്താൽ മാത്രം ഇറാന് നിലകൊള്ളാം. ഏതെങ്കിലും തരത്തിൽ ഇറാനെ സഹായിക്കാൻ ചൈന വന്നാൽ അടുത്ത ആക്രമണം ചൈനയ്ക്കെതിരെ ആയിരിക്കും. ഇപ്പോൾ ചൈനയ്ക്കെതിരെയാണ് 140% ടാക്സ് കൂട്ടിയതിൻ്റെയൊക്കെ പിന്നിൽ ആ രാജ്യത്തെ തകർക്കാനുള്ള നീക്കം തന്നെയാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം എടുത്ത തീരുമാനങ്ങൾ ലോകക്രമത്തെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.